ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എടുത്ത് പോവാം. ശരി, എൻ്റെ ക്യാറ്റ് പോവാം. ക്യാറ്റ് പോയി കാണാൻ ക്യൂട്ടായിരുന്നു. മിയാവ്. ആ വാ ക്യാറ്റ്. ആ അങ്ങനെ ആ ക്യാറ്റിന് കൂടെ പാലും കൊടുത്ത് ഫുഡ്. ക്യാറ്റ് ഇവിടെ വീട്ടിൽ ഫുഡ് ആ ക്യാറ്റിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുക. ക്യാറ്റും കൂടെ ജോലി കളിക്കുക. എപ്പോൾ നമുക്ക് 6 മണി ഡിമിക്കി കാട്ടി ആ ക്യാറ്റ് അവിടെ നിന്ന് മതിൽ ചാടി അത് വഴി കണ്ടുപിടിച്ച് പോവുക. 6 നോക്കുമ്പോൾ ക്യാറ്റ് കാണുന്നില്ല. ആറമ്മ തേടാ ആറമ്മക്ക് കിട്ടിയില്ല. ആറമ്മ കടുപ്പായി പോയി. അങ്ങനെ വീട്ടിലേക്ക് എപ്പോൾ ദിവസം അവിടേക്ക് പോയി ആറമ്മക്ക് ലേറ്റായി. അങ്ങനെ ആറമ്മക്ക് ജോലി വന്നു. ആറമ്മ ഇവിടെ നിന്ന് പോയി. എപ്പോഴും 1 മാസമായി ക്യാറ്റും ഇതേമാതിരി ചെയ്യാം. ആറമ്മക്ക് കുറച്ച് ഡൗട്ട് വന്നു. ആറമ്മ നോക്കുമ്പോൾ ശരിയാണ് നോക്കുമ്പോൾ അവിടെ പോവാം. ആറമ്മ കുറച്ച് ഡൗട്ട് വന്നു. അങ്ങനെ ആറമ്മ എന്ത് ചെയ്തു, ജോലിക്ക് പോകാതെ ഇതിൻ്റെ മുകളിലിരുന്ന് നോക്കാൻ തുടങ്ങി. ക്യാറ്റ് എവിടേക്ക് പോകുന്നത് നോക്കാമെന്ന്. ആറം ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫുഡ് അതെ ആറം കൊടുത്ത ഫുഡും കഴിച്ചിട്ട് പോയി. അതിന് ചെയ്ത ആറം ഫോളോ ചെയ്യാൻ തുടങ്ങി. ആറം ഈ വഴിയില്ല നീ പോകുന്നത്. അതെ അതൊരു വഴി ഉണ്ടായിരുന്നു. അത് അതെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിനുള്ളതായി പോവാണ്. അങ്ങനെ മെല്ലെ മെല്ലെ പോവുക. ആറം ഫോളോ ചെയ്തു. അങ്ങനെ ഒരു കുട്ടി ക്യൂട്ടായിട്ട് കുട്ടി അവിടെ ഊഞ്ഞാലാടുക. ആറം നോക്കി ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇവള് കുട്ടി. ആറം നോക്കി. അങ്ങനെ ആക്കിയാറ്റി മിയാവോ പറഞ്ഞ ഒരു ജമ്പ്. ആറം ഷോക്ക്, എന്താ ചെയ്യുന്നത്? അങ്ങനെ മടിയിൽ അവളോട് കൊഞ്ചു തുടങ്ങി. ഇത് ആറം കണ്ട് ഷോക്കായി. ഇതോ ആണോ ചെയ്യുന്നത്? അങ്ങനെ ആറം അയാളെ നോക്കി വീഡിയോ ചെയ്ത്. ശരി ഓക്കെ. അങ്ങനെ ആ ക്യാറ്റ് എത്ര മണിക്ക് വരുന്നോ നോക്കുമ്പോൾ അത് കുറച്ച് ലേറ്റായി വന്നു. വീട്ടിലേക്ക് വന്നു. ആറം പറഞ്ഞു, എടാ ജിൻ എന്ത് പറ്റി ആറം? ആ വീട്ടിലത്തെ എനിക്ക് ഡീറ്റെയിൽസ് വേണം. അതാ അവിടെ 2 ഗേൾസ് ഉണ്ടോ, 3 ഗേൾസ് ഉണ്ടോ, പിന്നെ ഒരു കുട്ടിയുണ്ടോ? ഈ കുട്ടി ഇത് സ്കൂൾ പഠിക്കാൻ കുട്ടിയാണ്. പേര് ഓയാൻ. എത്രാം ക്ലാസ് പഠിക്കുക? 12th പഠിക്കുകയാണ്. ചെറിയ കുട്ടിയാണോ? അതെ ശരി ഓക്കെ. അങ്ങനെയായിട്ട് നടന്ന കാര്യമല്ല. ഇങ്ങനെ ഒരാറം ക്യാരിങ് ചെയ്യുന്നു. ആറം ക്യാറ്റ് ഓക്കെ. അങ്ങനെയായിട്ട് ഒരു ദിവസം ആഴം നല്ല ഫൈറ്റ് ചെയ്ത് അവിടെ മയങ്ങി വീഴായിരുന്നു. അതെ 2 ചേച്ചിമാർ ഇങ്ങനെ എന്തോ ജോലി ചെയ്ത് പറഞ്ഞു. അവർ 2 പേർ പോയായിരുന്നു. അവർക്ക് ജോലി അവർ 2 പേർ ജോലിയും ചെയ്യും, പഠിക്കും, കോളേജിൽ പഠിക്കും, ജോലി ചെയ്യും. അങ്ങനെ പോയി. അങ്ങനെ നടന്നു വരുമ്പോൾ ക്യാറ്റിനെ കണ്ടു. എന്ത് പറ്റി ക്യാറ്റ്? മിയാവെന്ന് ഡ്രസ്സ് വിളിച്ച് കൂടെ വരാൻ ക്യാറ്റ് പറഞ്ഞു. അങ്ങനെ ക്യാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് പോയി. ഇതാരെ വീട്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മിയാവെന്ന് പാവമായിട്ട് വീട് കെട്ടാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് മിയാവ് എന്ത് പറ്റി? അങ്ങനെ ആ ക്യാറ്റ് കൊണ്ടുവന്നു. ഇങ്ങനെ ഇതൊരു സീക്രട്ട് ആയി. ആ ക്യാറ്റ് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരാൾ അകത്ത് വന്ന് നോക്കുമ്പോൾ ആറമ്മോട് മയങ്ങി വീണിട്ടുണ്ടായിരുന്നു. ആ ക്യാറ്റ് പാവം കയറ്റി ഇവർക്ക് എന്ത് പറ്റി അങ്ങനെ നോക്കി. അങ്ങനെ മയങ്ങി വീണു. അങ്ങനെ ഒരു ബോഡി ഗാർഡ് വന്നിരുന്നു. എല്ലാ ബോഡി ഗാർഡും അവിടെ ഉറങ്ങിയായിരുന്നു. ഒരു സെക്രട്ടറി വന്നു. സർ എക്സ്ക്യൂസ് മീ സർ, ഇവർ മയങ്ങി വീണു. നീ ആരമ്മ? സർ നിങ്ങൾ മയങ്ങി വീണു. ക്യാറ്റ് വന്ന് നടന്ന കാര്യം പറഞ്ഞു. സെക്രട്ടറി പുറത്ത് നോക്കും. ഈ കുച്ചിയല്ലേ സാർ ഒന്നും ചെയ്യേണ്ട പറഞ്ഞു. ക്യാറ്റ് എവിടെ ഇരിക്കും? സർ വാ. അങ്ങനെ ആറമ്മിൻ്റെ ഡോക്ടർക്ക് കോൾ ചെയ്ത്. അങ്ങനെ ആറം മയങ്ങി വീണായിരുന്നു. ഡോക്ടർ പറഞ്ഞു നടന്ന കാര്യം. അതെ ആറം എന്ത് ചെയ്തു പറഞ്ഞാൽ ആറം ഒരു ക്ലബ്ബായിരുന്നു. അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. പേര് ലീഷ പറഞ്ഞ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവളൊരു ക്ലബ് ഡാൻസറാണ്. അങ്ങനെ ആറമ്മനെ എങ്ങനെ സ്വത്ത് പണം എടുത്ത് അവനെ കൊന്നുകളയാൻ ആറമ്മന് എതിർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആറമ്മൻ്റെ കൊന്നുകളഞ്ഞ് സിംഹാസനത്തിൽ വെക്കണം, എന്നെ മാഫിയാവണം. അങ്ങനെ ആറമ്മക്ക് എന്തോ ഒരു ട്രക്ക് കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് അവളുടെ മയങ്ങി വീണായിരുന്നു. അവൻ്റെ കൂടെ അങ്ങനെ ആറമ്മയുടെ കമ്പനിയും കിട്ടും. പിന്നെ അവൻ്റെ വൈഫായ നോക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു. ഇത് കാരണം എല്ലാം നടന്ന കാര്യം CC ക്യാമറ സെക്രട്ടറി എന്ത് നടന്ന കാര്യം ഇത് കണ്ട് സെക്യൂരിറ്റി ആ ക്ലബ്ബിൽ നോക്കുമ്പോൾ ലീസയിൽ പിടിച്ചു. എൻ്റെ മിരട്ടി അവൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാം കൊന്നു കളഞ്ഞു. ആറും കണ്ണെടുത്ത് നോക്കും. എന്താടാ പറ്റി? ഇല്ലടാ നടന്ന കാര്യം പറഞ്ഞു. ഇല്ല ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടടാ 2 പേര്. ബോസ് അലീഷാന. ശരിടാ ഞാനെങ്ങനെടാ? ഇല്ലടാ ഒരു പെൺകുട്ടി ആ ക്യാറ്റ് നടന്ന കാര്യം പറഞ്ഞു. ശരിടാ ആ കുട്ടിയുടെ ആൻസർ പറയണം. അങ്ങനെ ആറും അവിടെ വന്നു. അങ്ങനെ അവർ 2 പേര് കൊന്നു കളഞ്ഞു. അങ്ങനെയായിട്ട് 2 ചേച്ചി
റോസക്ക് മിയാക്കും മാരേജും ആയി. ചേച്ചി എന്ന് ചേച്ചി നിങ്ങൾക്ക് രണ്ടുപേർക്കും മാരേജ് എന്നാ പറയാ, അമ്മേനെ ഞങ്ങൾ രണ്ട് ട്വിൻസ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കല്യാണം കഴിച്ചത്. ഇപ്പോൾ നിന്നെ നോക്കണം, എന്ത് ചെയ്യാം, എന്നൊരു വിഷമത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെക്ക ഉണ്ടായിരുന്നു, ഒരു ചെക്ക ഉണ്ടായിരുന്നു. ഓനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അവനൊരു കോളേജ് ഫസ്റ്റ് ഇയറാണ്. അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു. അവനൊരു പേ ബോയ് ആണ്, നിറയെ പെൺകുട്ടികളെ ഇത് ചെയ്യായിരുന്നു. അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന കാറ് ആ റൂമിൻ്റെ ആടിയാൾ പറഞ്ഞു, സാർ ആ കുട്ടീനെ അവർ ക്യാച്ച് ചെയ്യണമെന്ന്. അങ്ങനെ ആയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ആ ചെക്കൻ അച്ഛൻ ഇവിടെ മാരേജ് പിന്നെ ആ ചെക്കൻ അച്ഛൻ കണ്ടു. അങ്ങനെ അടി തിന്നു ആ ചെക്കൻ. ആരടിച്ചറിയില്ല. പിന്നെ ആ ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞു, നീ എന്താണ് ചെയ്തത്, നടന്ന കാര്യം പറഞ്ഞു ആ ചെക്കൻ. നീ മാരേജ് കഴിക്കടാ. അച്ഛാ എന്താ നീ പറയുന്നത്? ഇല്ലടാ, ആ കുട്ടിയുടെ അച്ഛനൊക്കെ ഒരു ബിസിനസ് ഉണ്ട്, ആ പ്ലേസ് വേണം അവളെ അച്ഛൻ, ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ, ആ പ്ലേസ് വേണം അവളെ ഹസ്ബൻഡിക്ക് കൊടുക്കുമെന്ന്, നീ അവളെ മാരേജ് കഴിക്കുക. അങ്ങനെ ആയിട്ട് കിഡ്നാപ്പ് ചെയ്തു മാറിയാതെ എന്നെ വീട്ടിൽ നിന്ന് ഓയൻക്കറിയാൻ തുടങ്ങി. അങ്ങനെ ഓൻ്റെ അച്ഛൻ അമ്മേനെ മിരട്ടി, ചേച്ചി പറയാതെ ഹസ്ബൻഡും ചേച്ചിയെ മിരട്ടാൻ തുടങ്ങി, മാരേജ് കഴിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ മാരേജ് നടക്കുമ്പോൾ ആറും എത്തി. ആറാം ഷോക്കായിട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങി. ആറാം അവിടുന്ന് വന്ന് അതിനെ അടിച്ച് എല്ലാവരും ഗൺ ഷൂട്ട് ചെയ്തു. അങ്ങനെ ആയിട്ട് മാരേജ് നടക്കാൻ പോകുന്നത് ക്യാൻസലായി. എല്ലാവരും അടിയാൾ പിടിച്ചു. ആറാം പറഞ്ഞു, ഈസ് മൈ വൈഫ്. എന്നിട്ട് അവരെല്ലാം ഇടിച്ച് ആറാം ഇവിടുന്ന് തൂക്കിയാണ് കൊണ്ടുപോയി, ബോധം കെട്ടി. മയക്ക് സ്പ്രേ അടിച്ച് അതിനെ ബോധം കെട്ടി ആറാം ഇവിടുന്ന് കൊണ്ടുപോയി. എല്ലാവരും ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി. ആറാം പറയാം, എടാ ഇവളെനിക്ക് മാരേജ് കഴിക്കും, നാളെ തന്നെ മാരേജ് കഴിക്കണം. എന്താടാ ജിന്നുക്ക് ഷോക്ക്. എടാ നീ എന്താടാ മാരേജ് എന്നാൽ എല്ലാം റെഡി ചെയ്തു. അങ്ങനെ വെഡിങ് ഡ്രസ്സ് മമ്മി ഇതെന്താ മമ്മി അത് ആറാം പറഞ്ഞു, നീ എന്നെ മാരേജ് അത് എങ്ങനെ ഞാൻ മാരേജ് കഴിക്കും. അങ്ങനെ ആറാം പറഞ്ഞു, കേട്ട് മാഫിയാണല്ലേ.